എല്ലാവർക്കും നമസ്കാരം. കലബര പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കനേഡിയൻ ലൈഫ് സ്റ്റൈലാണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്, എന്റെ പേര് അലക്സ് മാത്യു, എന്റെ പേര് അഞ്ജലി, ലിനു, ടോണി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കനേഡിയൻ ലൈഫ് സ്റ്റൈല് ഇതിനെ പറ്റിയിട്ട് കുറെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് കനേഡിയൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ടോണിക്ക് ഒരു അഭിപ്രായം എന്താണ്? ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ? കനേഡിയൻ ലൈഫ് സ്റ്റൈല് ഇപ്പം നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് ഇവിടെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാനഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമിഗ്രന്റ് നേഷനാണ്. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാരും ഇവിടെ വന്നേക്കുന്ന ആൾക്കാരാണ്, ഇവിടെ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് കാനഡയിൽ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ പല സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഒരു മൾട്ടി അതെ, ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ എല്ലാ രാജ്യത്തു നിന്നുള്ളവരുണ്ട്. ഈ എല്ലാ കൾച്ചറിന്റെയും കൂടി ഒരു മിക്സ് ആയിട്ടാണ് എനിക്ക് കനേഡിയൻ ലൈഫ് ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ പല മൾട്ടി കൾച്ചറൽ ഡയമെൻഷനിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പൊ 2.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ നമ്മളത് ഒരുപാട് അഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊരു 25-ാം വയസ്സിലാണ് ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും നാളെ നമ്മൾ നാട്ടിൽ നിന്നിട്ട് അപ്പൊ ആ ഒരു കൾച്ചർ തന്നെയാണ് എനിക്കിവിടെ. പക്ഷെ എന്റെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം ഇവിടെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നാട്ടിലൊരു നല്ല IT ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്യുന്നത് അത്ര നല്ല IT ജോലിയൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ലാത്തൊരു ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് നാട്ടിൽ നിന്നാൽ എനിക്കൊരു വണ്ടി അഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം കമ്പാരിറ്റീവ്ലി നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒന്നും അല്ലാത്തൊരു ജോലി ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷെ ആ ജോലി വെച്ച് തന്നെ എനിക്കൊരു വണ്ടിയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് നാട്ടിലെ ലൈഫ് സ്റ്റൈൽ നാട്ടിലെ ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ മൾട്ടി കൾച്ചറലിസം അതിന്റെ കണ്ടിന്യൂസ് പറയുകയാണെങ്കിൽ ശരിക്കും കാനഡ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഇമിഗ്രന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു രാജ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെയുള്ള ഇന്ത്യൻസ്, ഒറിജിനൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒറിജിനൽസ് എന്ന് പറയുന്ന ഇന്ത്യൻസ്, അവരല്ലാതെ ബാക്കി വന്ന ഫസ്റ്റ് ജനറേഷൻ മുതലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ വന്ന നമ്മുടെ എന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞാലും മൾട്ടി കൾച്ചറാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ്. മൾട്ടി കൾച്ചർ ഈസ് ഓൾവേസ് ഗുഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും കൾച്ചറിലേക്കും ആ മൾട്ടി കൾച്ചറിസം കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്താ പറയാ ഫുഡ് ഐറ്റംസ് ഉള്ളത്. കാരണം ഫുഡിന്റെ കാര്യത്തിൽ അത് വരും, കൾച്ചറിന്റെ ഫെസ്റ്റിവൽസിന്റെ കാര്യത്തിൽ അത് വരും. നമ്മളിപ്പം ഡൗൺ ടൗണിലൊക്കെ ഏത് സീസണിലാണേലും അതിന്റെ കരീബിയൻ ഫെസ്റ്റിവൽ, ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൾട്ടി കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പം ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. പിന്നെ വേറൊരു എനിക്കൊരു ഏറ്റവും കാനഡയെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ വരുന്നത് വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ആൾക്കാർ. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റുഡന്റ് ആയിട്ട് വന്ന സമയത്ത് നമ്മൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും അവിടെ ഇപ്പൊ ഞങ്ങള് വന്നത് പീറ്റർബറോയിലേക്കാണ്. അപ്പം നമ്മൾ കോളേജിന്റെ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെയുള്ള വൈറ്റ്സ് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പീറ്റർബറോയിൽ ആ സമയത്ത്. അപ്പം അവർ വന്നിട്ട് ഹായ് ഹലോ എന്നൊക്കെ പറയും, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ആദ്യം വന്നപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു, ആരോടാണെങ്കിൽ ഈ പറയുന്നത്. നാട്ടിലൊരിക്കലും പരിചയമില്ലാത്ത ഒരാൾക്കാരോട് നമ്മൾ മിണ്ടായിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവമില്ല. തിരിച്ചു കാണിച്ചാൽ ആയി എന്നുള്ളൊരു കാണിക്കത്തുമില്ല. അപ്പം ഇവിടുത്തെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് ഇപ്പൊ എഫക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾക്ക് ഇപ്പം ഹലോ പറയും. അത് കംപ്ലീറ്റ്ലി നാട്ടിലെ ഒരു ഇത് വെച്ച് ഒരു കൾച്ചറിന്റെ ഇത് വെച്ച് ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ട് രസകരമായിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങൾക്കുള്ള എല്ലാവർക്കും അത് അനുഭവം ഉണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ടില്ല. അപ്പം അറിയുന്നതായിരിക്കും. നാട്ടിൽ ചെന്നിട്ട് നമ്മളെ ആളുകൾ തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പുള്ളി എന്നെ താടിമുടി നോക്കിയിട്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് നമ്മളിലേക്ക് എന്താ പറയുക ഇവിടുത്തെ കൾച്ചർ ആയിട്ടുള്ള ഒരു രീതിയിൽ വന്ന വ്യത്യാസങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ലിനുവിന് ഇതിനെപ്പറ്റി എങ്ങനെയുള്ള ഇവിടുത്തെ ഒരു അഭിപ്രായം എന്താണ്? ഇത് തന്നെ കാരണം നാട്ടില് ഞാൻ അങ്ങനെ ഗുഡ് മോർണിംഗ് ഒന്നും അങ്ങനെ എല്ലാവരോടും നമ്മൾ പറയാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന പിന്നെ ആദ്യമൊക്കെ ഞാൻ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർ എന്റെ അടുത്ത് പറയുമെങ്കിൽ ഞാൻ ചിരിച്ച് കാണിച്ച് തിരിച്ച് ഗുഡ് മോർണിംഗ് എന്നുള്ള എനിക്ക് വായി കിട്ടത്തില്ലായിരുന്നു പറയാൻ. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ആദ്യമാണല്ലോ ഹലോ പറയും, ഗുഡ് മോർണിംഗ് പറയും, പിന്നെ ഹൗ ആർ യു ചോദിക്കും. നമ്മൾ പിന്നെ ഇപ്പൊ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസരമായിട്ട് എത്തി. പിന്നെ അതേപോലെ സോറി പറയുന്നത് നാട്ടിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ അറിയാതെ ആദ്യം കാര്യം ചൊട്ടി നമ്മളിങ്ങനെ
തൊട്ട് ഇത് വെക്കുമല്ലോ. പക്ഷെ ഇവിടെ ആദ്യം അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇതെന്താ കാണിക്കണേ എന്നുള്ള രീതിയിൽ ഒരുമാതിരി നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ തോന്നുന്നു ശരി ഇത് ഇവിടെ അവർക്ക് അറിയത്തില്ലല്ലോ, നമ്മുടെ അവിടുത്തെ ഒരു കൾച്ചർ ആണുള്ളത്. പിന്നെ കൾച്ചർ മാറ്റി ലൈക്ക് സോറി ആക്കി, പിന്നെ ഗുഡ് മോർണിംഗ് ആക്കി, അങ്ങനെ അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാതെ തന്നെ കുറെ ചേഞ്ചസ് വന്നുകൊണ്ടിരിപ്പുണ്ട് ഓരോ ദിവസം എന്ന് പറയുന്നത്. നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു ഒരു രാജ്യത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ചസ് ഇമ്പാക്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. കാരണം നമ്മളെ നാട്ടിലെ ഇതും ഫോളോ ചെയ്യാൻ നമുക്ക് കുറെയൊക്കെ പറ്റത്തില്ല. ഇവിടുത്തെ ഇങ്ങനെ അവിടുത്തെ സെയിം സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ ജീവി പോലെ അവർക്കെല്ലാവരും ഒരു അത്ഭുതം പോലെ ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നേ എന്നുള്ള രീതി വരെ. അല്ല, ഇത് ശരിക്കും റിവേഴ്സിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മള് നാട്ടിൽ കൈകൂപ്പി ആൾക്കാരെ ബഹുമാനിക്കുന്നില്ലേ, അത് ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്തൊരു വൈറ്റ്, കാരണം വൈറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാര് വളരെ കുറവാണ്. അവരൊക്കെ കൂടുതൽ അവരുടെ പരിചയക്കാർ സർക്കിൾ നോക്കി ഇന്ത്യൻസ് ആയിരിക്കും. ആ ഒരു കൾച്ചർ റിവേഴ്സ് ആയിട്ട് അവരെ അഫക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മോശമായിരിക്കും. അപ്പം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ എങ്ങനെയുണ്ട് വെള്ളം. ഇപ്പൊ നമ്മള് ഓണം പോലുള്ള പരിപാടിക്ക് ഫെസ്റ്റിവലിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ പല പല കൾച്ചേഴ്സ്. നമ്മളെ മാത്രമല്ല സ്റ്റിൽ ഇപ്പോഴും നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നത് ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. കുറെ പേർക്ക് നമ്മുടെ ഫുഡുകളാണെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ ഇവർക്ക് പ്രശ്നമുള്ളത് നമുക്ക് യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് കേരള ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്പൈസി ഫുഡിന്റെ ഭയങ്കര ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ എന്റെ കമ്പനിയിലുള്ള ആൾക്കാർ എല്ലാം ഒരു മൾട്ടി എന്താ പറയാ കൾച്ചർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെയുള്ള എരിവുള്ള ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടേ കൊടുക്കും. സമൂസ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം അവർക്ക് ഭയങ്കര കാര്യമാണ്. അതിങ്ങനെ പതുക്കെ സ്പൈസിനെസ് ലെവല് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മേജർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമുക്കിപ്പോ ഇവിടെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ താങ്ക് യു എന്നുള്ള സോറി എന്നുള്ള പറയാം, അതൊരു 4-5 വാക്കുകളെ ബേസിക്കലി ഉള്ളൂ. അതല്ലേ അത് തന്നെയാണ് രാവിലെയും വൈകിട്ടും. ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് ഈ ചേട്ടനോട് ഭാഷയൊക്കെ കണ്ട് ഇത് ഒന്ന് മാറ്റി പറഞ്ഞേക്കാം, വേറെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം. ഓക്കെ സീ അറൗണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ സെയിം ആളെ തന്നെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ കാണുമ്പോ ഒക്കെ ഹലോ പറയും. കാരണം അവര് നമ്മുടെ അടുത്ത് അത് പറയും. സോ നമ്മൾ തിരിച്ചു അതേപോലെ തന്നെ ഹലോ ഞാൻ ദൈവമേ ഇത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നമുക്ക് പറ്റാറ്. അല്ല, വേറൊരു കാര്യമുണ്ട് ഇതില്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം തുടങ്ങുമ്പോൾ 2 പേരെ കണ്ട് അവരങ്ങ് എന്താ പറയാ ഒരു നല്ലൊരു റെസ്പോൺസ്, ഒരു ചിരിയോടുകൂടി ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ ആ ഒരു ദിവസം തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് അതിന്. നാട്ടിലെന്ന് പറയുമ്പോ നടന്നു പോകുമ്പോഴത്തേക്കും മുഖത്ത് അറിയാവുന്നവരാണെങ്കിൽ തന്നെ തല എങ്ങനെ തിരിച്ചു പോകും. അതേസമയം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവത് അവര് സംസാരിക്കാൻ നോക്കും. നാട്ടിലെ പൂവാലെന്നും പറയുമ്പോഴേ അത് വേറൊരു വിഷയം. ഇത് നല്ല രീതിയിലുള്ള ഗ്രീറ്റിംഗ്സും അർത്ഥം വെച്ചുള്ള ഗ്രീറ്റിംഗ്സും മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെ ഈ രാവിലെ നമ്മുടെ നാട്ടിലൊരു വലിയ ചടങ്ങാണല്ലോ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്. അതിവിടെ അത് ഭയങ്കര ഒരു ചടങ്ങാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റുമുള്ള എന്റെ അടുത്തുള്ള ഫാമിലീസ് എല്ലാം വൈറ്റ്സ് ആണ്. ഇവർക്കൊക്കെ കുഞ്ഞു പിള്ളേരുണ്ട്. ഇത് രാവിലെ സ്കൂൾ വിടുന്ന ഒരു വലിയ പരിപാടിയാണ്. ഒരു രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 8-8:30 വരെ സ്കൂൾ വിടുന്നതാണ്. പല സ്കൂൾ ബസ്സിൽ വരും. ഞാൻ ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങിക്കും. എന്റെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓപ്പോസിറ്റ് സൈഡില് 2 വീട്, ഈ എന്റെ സൈഡിൽ തന്നെ അവിടെ എവിടെയൊക്കെ പിള്ളേരെ സ്കൂളിൽ വിടുന്നു. അവിടെ സ്റ്റോപ്പ് വിടുന്നു, ബസ് സ്റ്റോപ്പ് വിടുന്നുണ്ട്, ഈ സ്കൂൾ ബസ്സിന്റെ സ്റ്റോപ്പ്. ഇവരുടെയൊക്കെ പേരൻസ് വന്നിരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ പുറത്തിറങ്ങിയെങ്കിൽ എല്ലാവരും ഹായ് വർത്താനൊക്കെ പോകുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ കാനഡയിൽ ആക്ച്വലി ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ടോ? അമേരിക്കൻസ് ട്രോൾ ചെയ്യുന്നത് മറ്റേ റീൽസ് ഒക്കെ കാണാതെ തുറന്നു പിടിച്ചിട്ട് ആൾക്കാർ ഒരു മൈലിൽ ആൾക്കാർ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട്ലി നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡോർ തുറന്നു വരുന്നതായിക്കോട്ടെ, എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്തു നിങ്ങൾ ആദ്യം പോയിക്കോളൂ. അതെ, അത് ഈ ഇപ്പൊ നമ്മളിത് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ US ഉള്ള ആൾക്കാർ അവിടുത്തെ ഒരു വെള്ളക്കാരെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ബാക്കിയുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിവിടെ ഭയങ്കര ഭയങ്കര വെൽക്കമിങ്. എല്ലാ കൾച്ചറും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ. അത് നമുക്കിപ്പം ഒന്നിനെ പേടിക്കേണ്ട കാര്യം. കനേഡിയൻസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വെൽക്കമിങ് ആവുന്നത്? സേഫ്റ്റി
സേഫ്റ്റിയുടെ കാര്യമാണ്. അല്ല എനിക്ക് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കനേഡിയൻസ് ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരില്ല. ഓക്കെ അതാണ് എന്നത്തെ കാര്യം. അതെ, അതെ. കാരണം എല്ലാവരും ഇവിടെ ഇമിഗ്രൻസ് ആണ്. അതെ. ആകെ ഒറിജിനൽസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ള Aborigines. ഇവിടെ അബോറിജിനൽസ് എന്ന് പറയുന്നത് ഇന്ത്യൻസ്. അവരല്ലാതെ ഉള്ള എല്ലാവരും ഇന്ത്യൻസ് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ റെഡ് ഇന്ത്യൻസ് ഒറിജിനൽ ആൾക്കാർ ഇന്ത്യൻസ്. അപ്പം അതും ഒരു രസകരമായൊരു സംഭവമാണ്. അത് കാരണം ഞാൻ സ്കൂളില് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്ത്യൻസിനെ ഞാൻ ആലോചിച്ചു ദൈവമേ ഇതെന്താ ഇന്ത്യൻസ്, ഞാൻ ആദ്യം ചോദിച്ചപ്പോ പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോ ഓക്കെ ഇതാണ് ഇവിടുത്തെ ആൾക്കാരെ ഉദ്ദേശിക്കുന്നതെന്ന്. റിസർച്ച് ചെയ്ത് ഗൂഗിളായിട്ട് ഇതിപ്പം അലക്സ് ഇത്രയും ഭയങ്കര വെൽക്കമിങ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ? അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാരണം ഇപ്പം കാനഡയിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പം പണ്ട് തൊട്ട് യൂറോപ്പിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. പിന്നെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ആദ്യം ഇമിഗ്രേറ്റ് ചെയ്ത ഒരു രാജ്യം. എല്ലാവരും കാനഡ അല്ല ആദ്യത്തെ രാജ്യം. UK ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം ഇമിഗ്രേറ്റ് ചെയ്ത ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്തത്. UK കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാനഡ ആയിരിക്കും. അപ്പം ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഈ വെള്ളക്കാർ യൂറോപ്യൻസ് ആണെങ്കിൽ പോലും ഈ പല കൾച്ചറിലും ഇന്ത്യൻസ് മാത്രമല്ല കാനഡയിലുള്ള ആൾക്കാരും 90% ആൾക്കാരും ഇമിഗ്രൻസ് ആണ് പല സ്ഥലത്തും. അപ്പൊ അങ്ങനെ പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടി അവര് കുറച്ചുകൂടി ആൾക്കാരെ അവരുടെ സ്വഭാവം അത് കുറച്ചുകൂടി പണ്ട് മുതലേ ഒരു യൂസ്ഡ് വേണം അവർക്ക്. അതെ കാരണം പുതിയ പുതിയ ആൾക്കാര് കാനഡ പറയുവാണെങ്കിൽ നമ്മൾ ഇമിഗ്രൻസിനെ കാണുന്ന രണ്ട് ഡിഫറെന്റ് രീതിയില്ല, അതിന് ഡിഫറെന്റ് പേരും ഉണ്ട്. അമേരിക്കക്കാരുടെ ഇതിന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ്. കാരണം അവരെല്ലാം മെൽറ്റ് ചെയ്ത് അവർക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൾച്ചർ അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ കാനഡ മൊസൈക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൾച്ചർ അവർക്ക് അത് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഡൗൺ ടൗണിൽ പോകുമ്പോഴത്തേക്കും ഇന്ത്യൻ ഫെസ്റ്റ്, അതെ. ഇപ്പൊ ഓണം ഫെസ്റ്റ്, അതായത് നമ്മുടെ ഓണം ഇവിടെ എന്തോ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പോകുന്ന പറഞ്ഞ പ്രൊമോഷനൊക്കെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഡൗൺ ടൗണിലുള്ള ആ ഒരു മെയിൻ ഏരിയയിൽ ഞാൻ കണ്ടായിരുന്നു. അതായത് ഒണ്ടാരിയോ മൊത്തമാണോ അത് ടൊറന്റോ മൊത്തമാണോ അവര് ഉദ്ദേശിക്കുന്നത് എല്ലാം എല്ലാം പേര് ഓർക്കുന്നില്ല. വലിയ ഒരു പക്ഷെ വലിയൊരു മൊത്തത്തിലുള്ള ഒരു ഏരിയയിൽ കൂടെ എല്ലാവർക്കും കൂടെ ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് റെഡിയാക്കി. കാരണം അവര് ജസ്റ്റ് അതിന്റെ ഒരു അസോസിയേറ്റിന്റെ ആൾക്കാരെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു കേരള എന്ന് പറഞ്ഞൊരു ആൾക്കാർ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉള്ള കാര്യം പോലും അറിയത്തില്ല. അതിന്റെ പേപ്പർ വർക്കിന്റെ പരിപാടിക്കൊക്കെ പോയത് നടത്തുന്നത് വെള്ളക്കാരാണ്. നമ്മുടെ ആൾക്കാർ. ഇൻക്ലൂസീവ് ആക്കുന്നുണ്ട് അവര്, ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാരും ഉണ്ട്. പക്ഷെ പെർമിഷൻ കാര്യം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മളെ കേരള എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർ സംസാരിച്ചു. പക്ഷെ അതും എന്താ പറയുക, അങ്ങനെ ഒരു കേരളത്തിന്റെ ഓണം എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ വരെ കൂടെ അങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഹോളി ആഘോഷിക്കുന്നുണ്ട്, പിന്നെ വേറെ എന്താ ദസറയോ ദസറ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടം പോലെ അതൊക്കെ പണ്ട് മുതൽ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കേരളം നമ്മുടെ ഒരു മലയാളീസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് സ്റ്റുഡന്റ് ആയിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ അതിന് മുന്നേ വന്ന് സെറ്റിൽ ആയവര് പണ്ട് വന്ന ഒരാൾക്കാർ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഇവന്റ് നടക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ഇവന്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ വരുന്നുണ്ട്. മനസ്സിലായി? കുറച്ചുകൂടെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം വരുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം ഭയങ്കര തമാശയാണ്. തമാശ അല്ല ആക്ച്വലി. ഞാൻ കാനഡ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് താങ്ക് യു നമുക്ക് പറയണോ? ആരെങ്കിലും കേൾക്കോ? നമ്മൾ ഡ്രൈവറോടോ ഡ്രൈവറോട് താങ്ക് യു. അല്ല ലക്കിയല്ല, ഞാൻ അൺലക്കിന്നാ പറയുള്ളൂ. ഞാൻ ആദ്യം കാനഡ വന്നിട്ട് ഞാൻ ബസ്സിൽ കയറി ഇങ്ങനെ പോകുക. അപ്പം നമ്മള് മാപ്പിൽ നോക്കിയാ സ്റ്റോപ്പ് കണ്ടുപിടിക്കുക. എന്നോട് ഫ്രണ്ട് പറഞ്ഞു, എടാ നീ ഇന്ന ബസ് നമ്പറിലാണ് കയറുന്നത്, അത് കയറുമ്പോൾ നിനക്ക് മാപ്പിൽ തന്നെ കാണിക്കാം, നിനക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ അത് ഇങ്ങനെ എഴുതി കഴിഞ്ഞ് നോക്കിയാൽ മതി. ഓക്കെ. ഈ ഓരോ സ്റ്റോപ്പിൽ ആൾക്കാർ വണ്ടി നിർത്തുന്നു, എല്ലാവരും ബാക്കി കൂടി അല്ല ഇറങ്ങുന്നത്, എല്ലാവരും ഫ്രണ്ടിൽ കൂടി തന്നെ ഇറങ്ങാൻ നോക്കുന്നു. ഇനി അതോ ബാക്കി ഇറങ്ങുകയാണെങ്കിൽ അവരെല്ലാവരും വിളിച്ചു പറയും താങ്ക് യു അല്ലെ, ഉറക്കെ വിളിച്ച് താങ്ക് യു എന്ന് പറയുന്നു. ഇത് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര റെക്കോർഡായിട്ട് തോന്നി, ഭയങ്കര ഒരു അരോചകമായിട്ട്. എന്തിനു ഇതൊക്കെ പറയുന്നത്? ഞാൻ ആദ്യം പറയില്ല, പിന്നെ അത് കുറിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിലെ പച്ച ബസ്, നീല ബസ്, അല്ലെങ്കിൽ പേര് ഇതൊക്കെ പറഞ്ഞല്ലേ ബസ്സിനൊക്കെ ഇവിടെ സമയത്ത് വന്നാ വന്നു. പിന്നെ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയത്ത് വരും, അല്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ ഇത്ര മിനിറ്റ് ലേറ്റ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുത്തെ ട്രാൻസിറ്റ് ഇതിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് വൈകിയും എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് 3-ാം ദിവസം മെയിൽ തിരിച്ചയച്ചു, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ
ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ആ ഒരു റൂട്ടിൽ ഒരു ട്രാൻസിറ്റ് അതിന്റെ എന്താ പറയുക നോക്കുന്ന ഇൻസ്പെക്ടർ ഉണ്ട്. അവരെയൊക്കെ വിട്ടിട്ട് റെഡിയാക്കാം എന്നുള്ളതാണ് ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ ചുമ്മാ വെറുതെ ഇതിന് TTC നോക്കിയപ്പോഴത്തേക്ക് കംപ്ലൈന്റ് നോക്കിയിട്ട് വെറുതെ പിടിച്ചേക്കും. ഞാൻ പെട്ട് ഇനി പോയി നാട്ടിലാണെങ്കിൽ 9:30 ഒരു ബസ് എന്ന് പറഞ്ഞാൽ 9:30 വന്നാൽ പറയാൻ ഒന്നെന്ന് അല്ല ഒന്നാലോചിച്ച് KSRTC അങ്ങനെ ഒരു കംപ്ലൈന്റ് പോർട്ടൽ പോലും ഉണ്ടാവും. ഇല്ല, അല്ല, ഉണ്ടാവുമായിരിക്കും. ഉണ്ടാകുമായിരിക്കും. അതില് പക്ഷേ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ആയിരിക്കും ആ ഒരു വ്യത്യാസം. വന്നാ ഭാഗ്യം. അല്ല, പിന്നെ ഇവിടെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെയാണ്. ആ ബസ് കറക്റ്റ് പൊസിഷൻ നിർത്തും. നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ 7 അലകത്തായിരിക്കും കൊണ്ടത് ബസ് നിർത്തുന്നത്. ഗ്ലാസ് ബസ് ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ എന്റെ കയ്യില് കഴിച്ചിട്ട് ഓക്കെ ഞാൻ ഫാമസ് റാപ്പ് ടിന്നിൽ നിന്ന് ഫാമസ് റാപ്പ് മേടിച്ചിട്ട് കഴിച്ചിട്ട് ഞാനത് ഇതാക്കി ഞാൻ എന്റെ കാറിനകത്ത് തന്നെ വെച്ചു. ഞാനിങ്ങനെ ജസ്റ്റ് ഞാൻ എന്റെ മനസ്സിൽ പോയ തോട്ട്സ് പ്രോസസ്സാണ്. നാട്ടിലാണ് എന്നെ നമ്മൾ ചെയ്യുന്നത്. ഗ്ലാസ് തുറക്കും, പുറത്തേക്ക് എടുക്കും. അത് നമ്മുടെ ലൈഫിൽ വന്നൊരു ചേഞ്ച് ആണ്. കംപ്ലീറ്റ്ലി ഞാനപ്പൊ ഞാൻ ആലോചിച്ചത് ഇതേ ഒരു കാര്യം നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ എന്നെ ഈസി ആയിരിക്കത്തില്ല, പക്ഷെ ഒരിക്കലും ഈസി അല്ല. കാരണം നമ്മുടെ സിസ്റ്റം ഇവിടുത്തെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ $500,000 വെച്ച് ഫൈൻ കൊടുക്കും. നല്ല നിയമങ്ങളുണ്ട്. പൊതുസ്ഥലത്ത് തുപ്പരുത്, പൊതുസ്ഥലത്ത് വലിച്ചെറിയരുത്, നിയമങ്ങൾ മാത്രമാണ്. അവിടെ തന്നെ വലിച്ചെറിയും. അതാണ് അതിന് ചോട്ട് വലിച്ചെറിയും. അതാണ് കുഴപ്പം. ആൾക്കാര് പക്ഷെ ആ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യത്തില്ല, ഇവർ ഡീസന്റ് ആവും. അപ്പൊ ഇതിന്റെ കുഴപ്പം എവിടെയാ? ഇതിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ ആ നിയമങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ ചെയ്യിപ്പിക്കുന്നില്ല. അതായത് എഴുതിയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നമുക്ക് കുറച്ചുകൂടെ ബാഡായിട്ടുള്ള ഇത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളത് അല്ല അത് ഒരു ഫോളോ അപ്പ് ചെയ്യണ്ടേ. അതായത് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കാണുമായിരിക്കും. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിട്ട് ഇവിടെ ഗാർബേജ് കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് കളയണ്ട, ആൾക്കാർക്ക് ചുമ്മാ വലിച്ചെറിയണ്ട. നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പിന്നെ അത് ഒരു പരിധി വരെ നമുക്ക് നാടിനെ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നാട്ടിലെ പോപ്പുലേഷൻ അപ്പൊ ഇത് പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പോപ്പുലേഷനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് എന്താ പറയുക ടൊറന്റോ പോലുള്ള റീജിയൻ, സ്കാർപ്പോ പോലുള്ള റീജിയൻ, ഡൗൺ ടൗൺ ആയിക്കോട്ടെ. പക്ഷെ അവിടെ പോലും ഇവര് നല്ല അടിപൊളിയാണ്. അതുപോലെ ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ നിന്നൊരു അപ്പാർട്ട്മെന്റില് അവിടെ ഒരു പുള്ളി റിട്ടയർ ആയിട്ടുള്ള സോൾജിയർ ആണ്. റിട്ടയർ ചെയ്തു. പുള്ളി ഏകദേശം എനിക്ക് തോന്നുന്നൊരു 70 വയസ്സൊക്കെ ഉണ്ടാവും. പുള്ളിയുടെ ഡെയിലി റുട്ടീന്റെ ഭാഗം എന്താണെന്നറിയാമോ? ഇവിടുത്തെ ഒരു ഗാർബേജ് പിക്ക് ചെയ്യുന്ന ഒരു ഉണ്ട്. പുള്ളി രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. അപ്പൊ ഞങ്ങള് ഓഫീസിൽ പോകുന്ന 7:30-ആയിരുന്നു. അപ്പം പുള്ളി 6 മണിക്ക് എഴുന്നേക്കും. പുള്ളിയോട് ഞാൻ ഇന്ന് സംസാരിച്ചു എന്താ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞാണ് ആ പുള്ളി എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് വെയിലാകുമ്പോഴത്തേക്കും പിന്നെ പുള്ളി വീട്ടിൽ പോകും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ വന്നിട്ട് പുള്ളി അവിടുത്തെ ഉള്ള സ്ഥലങ്ങളിലുള്ള കുഞ്ഞു ഗാർബേജസ് ചെറിയ പറന്നു പോകുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഗാർബേജ് ഇവർ എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മുനിസിപ്പാലിറ്റി അല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല അത് ചെയ്യുന്നത്. എല്ലാവരുടെ മനസ്സിലേക്കും ആ ഒരു ക്ലീൻലിനെസ് എന്ന് പറഞ്ഞൊരു സംഭവം അത് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം സെപ്പറേറ്റ് ബിൻസ് ഉണ്ട്. ഓരോന്നിനും അത് ആ ഒരു ചൊട്ടയിലെ നമ്മുടെ നാട്ടിലെ ABCD ഒക്കെ പഠിപ്പിക്കുന്നതിനാണ് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളാണ്. എങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് എങ്ങനെ നമ്മള് ഡിഗ്രിക്ക് നമ്മുടെ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യം അത് തന്നെ. അതാണ് നാട്ടിൽ നമ്മളിപ്പോ പറഞ്ഞു നാടിനെ ഇതെല്ലാം കൊണ്ടെത്തിക്കുന്ന ഒരു ഫാക്ടറാണ്. അതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ? അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാട്ടിലെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ്. കാരണം ടോണി പറഞ്ഞതുപോലെ നമുക്ക് നാട്ടിൽ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വണ്ടി വാങ്ങുക, അഫോർഡബിലിറ്റി ആണെങ്കിലും മനസ്സിലായോ? അത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ യൂണിഫൈഡ് ടാക്സാ.
നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ഞാൻ പറഞ്ഞ ടാക്സ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴാണ് ഓക്കെ. ഒറ്റ ടാക്സ് ഉള്ളൂ 13%. കുറവുമില്ല കൂടുതലുമില്ല. ഓരോന്നിനും സെപ്പറേറ്റ് ഇല്ല എന്നുള്ളത്. ഇല്ല, അത് എല്ലാത്തിനും മാക്സിമം ടാക്സ് 13%. ഇപ്പൊ ഒരു കാർ മേടിക്കുന്നത് ഏത് മോഡൽ കാർ മേടിച്ചാൽ 13% ടാക്സ്. ലക്ഷറി എന്ന് പറയുമ്പോഴത്തേക്കും വരും എക്സ്ട്രാ. ഇല്ല, ലക്ഷറിയുടെ വണ്ടിക്ക് ഇവിടെ ടാക്സ് ഒരുപാട് കൂടുതലില്ല, കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് വ്യത്യാസമുള്ളൂ. നാട്ടിൽ അങ്ങനെ നാട്ടിൽ ഓരോന്നിനും ഡിഫറെന്റ്. അതെ, ഇപ്പൊ നാട്ടിൽ ചെറിയൊരു വണ്ടി മേടിക്കണേ പോലെ ടാക്സിന് കൃത്യമായിട്ടില്ല, അവിടെ 13%. അതിലും നല്ല വ്യത്യാസം ഉണ്ടാകും നാട്ടില്. നമ്മളിവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനം ഞാൻ ഒരു സാധാരണക്കാരന് വേണ്ടുന്ന എല്ലാ സാധനത്തിനും 13% ടാക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അങ്ങനെ ടാക്സ് വ്യത്യാസം ലക്ഷറി കാറുകൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെയാണ് എനിക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അതിനൊക്കെ കുറച്ചും കൂടി ഉണ്ട്. കാരണം ഞാൻ ചെക്ക് ചെയ്തില്ല ആ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിന് ടെസ്ല ഇല്ല, അതിന് എത്ര ടാക്സ് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ അഫോർഡബിലിറ്റി ഇതുവരെയും ഞാൻ ഈ 13% ടാക്സ് ആയിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ ജീവിച്ചപ്പോ 13% അല്ല, എല്ലാത്തിനും അത് ഭയങ്കര ടാക്സ് കാറ്റഗറീസ് ഉണ്ടല്ലോ. അതെ. ഇപ്പൊ GST HST എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഇവിടെ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഫോർഡബിലിറ്റി. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സാധാരണക്കാരന് വരെ പല കാര്യങ്ങളും ഒരു നാട്ടിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ ഒരു വെറും സാധാരണക്കാരന് ഏറ്റവും സിമ്പിൾ എക്സാം ഐഫോൺ അല്ലെ. നമ്മുടെ ഫോൺ ഗാലക്സി S23 Ultra, S22 Ultra, അതേ iPhone 14 Pro Max, ഇതൊക്കെ നാട്ടിൽ മേടിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഒന്നിച്ചു കൊടുക്കണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതിലെല്ലാം നമുക്ക് പോകുന്നത് എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. നമ്മൾ വരുമ്പോ തന്നെ ജോലി, ക്രെഡിറ്റ് സ്കോർ വളരെ ഫാക്ടറാണ്. അതെല്ലാ കാര്യത്തിലും ഫോണിന് തന്നെയാണെങ്കിലും. പക്ഷെ വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാം. ഈവൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാർ എടുക്കാം. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വിത്തിൻ ഒരു 3-4 മന്ത്സിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ കാർ എടുക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം അത് പറഞ്ഞ കറക്റ്റാണ്. നമുക്ക് നല്ല രീതിയിൽ അഫോർഡബിൾ ആണ്. അത് തന്നെ നമ്മുടെ കയ്യിലൊരു വണ്ടിയുണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഭയങ്കരമായിട്ട് അത് ചേഞ്ചസ് വരും അല്ലെ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാനഡയെ പറ്റിയിട്ട്, കാനഡ ലൈഫ് സ്റ്റൈല് ഏറ്റവും എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാച്ചുറുമായിട്ട് ഭയങ്കരമായിട്ട് ലാൻഡ്സ്കേപ്പുകളായിക്കോട്ടെ, അത് ടൂറിസം ഏത് നിങ്ങളപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണേലും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്താണേലും അവരൊരു പാർക്ക് അവിടെ കൊണ്ടുവരണം. മരങ്ങളും എല്ലാം വെച്ചിട്ട് ആൾക്കാർക്ക് വന്ന് ഒന്ന് വിശ്രമിക്കാന്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്. ഒരു ഫാമിലി ടൈം ആയിട്ടാണ് അവര് കൺസിഡർ ചെയ്യുന്നത്. ഈവനിങ്സ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ. എല്ലാവരും ഇങ്ങനെ ചുരുങ്ങുമല്ലേ, ന്യൂക്ലിയർ ഫാമിലി ഇവിടെ വീടുകളും മതിലുകളില്ല, മതിലുകളും ഇല്ല. മറ്റേ ഇത് പറഞ്ഞ പക്ഷെ നാട്ടിലെല്ലാവരും ഒരു വീട് പണിയുന്ന വീട് പണിയുന്നതിന് ആദ്യം ചെയ്യുന്നുണ്ട്. കാണാത്ത രീതിയിലാണ്. ഇവിടെ പുറത്തൊക്കെ താമസിക്കുന്നവരുടെ വിചാരം അയൽവത്ത് താമസിക്കുന്നത് അറിയത്തില്ലെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നാട്ടിലാണ് അതൊക്കെ നോക്കാണ്. കാരണം കഴിവതും എല്ലാവരുമായിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അവരിപ്പോ ഒരാളെ കണ്ടില്ലേ നമ്മൾ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാവരും വിചാരം എല്ലാവരും ബിസി ആയ ലൈഫിൽ അങ്ങ് പോവാന്നാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിലാണ് നമ്മൾ അപ്പുറത്തുള്ളവരെ അറിയാത്ത രീതിയിലായി വരുന്നത്. പക്ഷെ ഇവിടെ ഇവിടെ നല്ല രീതിയിൽ മാറി വരുന്നല്ല. ഇവിടെ അങ്ങനെയാണ്, മാത്രമല്ല ഇവിടെ അത് അങ്ങനെയാണ്. ഇപ്പൊ അലക്സ് പറഞ്ഞ പോലെ ഈ പാർക്കുകൾ ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിക്ക് വരെ ഒരു പാർക്കുണ്ട്. ഇപ്പം ചെറിയ 50 വീടുള്ള നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ കോളനികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇപ്പം എറണാകുളം പോലുള്ള സിറ്റികളിൽ അങ്ങനത്തെ കോളനികളുണ്ട്, ഈ ഹൗസിംഗ് കോളനികളുണ്ട്. ആ കോളനിക്ക് എവിടെ പാർക്ക് അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഏരിയ ഉള്ളത് നല്ലതാണ്. കാരണം നമുക്കൊരു ഈവനിങ്സ് എല്ലാരും വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ. പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാർക്ക് മാത്രമല്ല, അവിടെ ഗ്രൗണ്ടുകളുണ്ട്, ബേസ്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് കളിക്കാനുള്ളത്, ഫുട്ബോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തേത് ബേസിക്കലി. പിന്നെ ഇവിടുത്തെ കാര്യം മാത്രം പിന്നെ ആൽബർട്ടയിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയൊക്കെ പോയിട്ട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്ത് രസമെന്നാണ്. നമ്മൾ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്വർഗത്തിലൊക്കെ എത്തിപ്പോയി. മലകളുടെ ഇടയിലൊക്കെ ബാൻഫും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻമോറൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മൾ വിചാരിക്കും അവര് എങ്ങനെയാണ് ഇത്ര പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുമാതിരിയാണ് ഇവര് എല്ലാ കാര്യങ്ങളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇവര് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് നന്നായിട്ട് അതിനൊരു വളരെ
പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു നേച്ചറിനെ വളരെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും തോന്നാറുള്ള കാര്യമാണ്. സ്കൂളിലൊക്കെയാണ് നേച്ചർ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കുറച്ചും കൂടെ പ്രകൃതിയായിട്ട് ഇണങ്ങി പിള്ളേർക്ക് അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. സംഭവം നമ്മുടെ നാട്ടിലും ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആയി വരുന്നുണ്ട്. വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്കൊരു നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നല്ലൊരു ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൂറിസം ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ചെയ്യുന്നുണ്ട് നാട്ടിലെ. നമുക്ക് കുപ്പികളായി പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു കുപ്പിക്ക് ഇത്ര പൈസ വെച്ച് നമ്മൾ പേ ചെയ്താലേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ നാട്ടില്. അന്നേരം അവിടെ നാട്ടിൽ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ കുപ്പി അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കാശ് തിരിച്ചു തരും. നമുക്ക് റെസീറ്റ് തരും. എണ്ണ കുറെ മാറ്റങ്ങൾ, കുറെ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരുന്നത്. ഇത് ഞാനിവിടെ മുന്നേ ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പല സ്ഥലത്തും എവിടെയാണെന്നുള്ളത് ഞാൻ മറന്നു. എവിടെയൊക്കെ ട്രക്ക് ചെയ്യാൻ പോയപ്പോ അങ്ങനെ കണ്ടിട്ടുള്ള. നമ്മൾ പോകുമ്പോൾ നമ്മുടെ എത്ര കുപ്പി ഉണ്ടെന്നുള്ള എണ്ണം കാണിച്ചിട്ട് ഒരു കുപ്പിക്ക് ഇത്ര രൂപ വെച്ച് നമ്മളോട് കൊടുക്കണം. നമുക്ക് റെസീറ്റ് തരും. അതിനകത്ത് എണ്ണവും എഴുതി തരും. ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അത്ര കുപ്പിയും ആ റെസീറ്റ് അവിടെ കാണിച്ചാൽ മതി. അവർ നമുക്ക് കുപ്പി കൊടുക്കൊന്നും വേണ്ട. അതായത് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും അത് കളയരുത്. കാരണം ഇത് വളരെ നല്ല നിയമം. നമ്മുടെ കാശോടെ കൊടുത്തിട്ടുണ്ട്. കാശ് തിരിച്ചു കിട്ടാനായിട്ടാണെങ്കിലും ആൾക്കാർ ഇത് കൊണ്ടുവരും. പ്ലാസ്റ്റിക് മാത്രമല്ല, കൊണ്ടുവന്ന് കാണിക്കണം. കാണിച്ചായിട്ട് നമ്മളെ കുപ്പി കൊണ്ടുപോകണം. നമുക്ക് ഇഷ്ടം. കാരണം അവരുടെ ഉദ്ദേശം തന്നെ ആ ഒരു സ്ഥലത്തിലേക്ക് ടൂറിസ്റ്റ് ഏരിയയില് അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് നാട്ടില്. നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ കനേഡിയൻ ലൈഫ് സ്റ്റൈലില് പിന്നെ എന്താ വേറെ ഇപ്പം അഞ്ജലിക്ക് എന്തെങ്കിലും അങ്ങനെ നമുക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒരു ഹ്യൂമങ്കസ് ചേഞ്ച് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇവിടുത്തെ ട്രാവലിംഗ് പറയാനുള്ളത്. കാരണം ഒരു ചെറിയ ടൈം കൊണ്ട് എത്രയോ കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നാട്ടില് അപ്പം വീട്ടിലൊക്കെ പറയും 24 കിലോമീറ്റർ ഉണ്ട്, ദൂരം ഉണ്ട്. അത് ഞാൻ ആലോചിക്കും, എന്റെ ദൈവമേ 61 കിലോമീറ്റർ ഒക്കെയാണ് ഡെയിലി പോയി വരുന്നത് ഇവിടെ. അതെനിക്ക് ഭയങ്കര അതുപോലെ തന്നെ നാട്ടിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അത് നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇവിടെ നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചവര് ഇവിടെ വന്ന് ഈ റോഡും ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് തിരിച്ച് അവിടെ പോയി വണ്ടി, എനിക്ക് തോന്നുന്നില്ല വണ്ടി ഓടിക്കുമെന്ന്. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് ഞാൻ 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയിട്ട് ഞാൻ ബാംഗ്ലൂരാണ് വന്ന് ഇറങ്ങിയത്. ചേട്ടന്റെ വണ്ടി എടുത്തു, ഞാൻ ഓടിച്ചു 1 കിലോമീറ്റർ. ഞാൻ നോക്കുമ്പോ അവിടുന്ന് വണ്ടി വരുന്നു, ഇവിടുന്ന് ഒരു ടെൻഷൻ ഉണ്ട്. ഒരു ടെൻഷൻ ഉണ്ട്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയ വഴി എന്റെ സൈഡിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഒന്ന് ആലോചിക്കുക. നാട്ടിൽ ഓടിക്കുന്ന സ്പീഡ് അതിനേക്കാളും എത്രയോ മടങ്ങ് സ്പീഡ് ഇവിടെ ഓടിക്കുന്നത്. എന്നിട്ട് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പേടിയാണ്. അത് അങ്ങനെയുള്ള വ്യത്യാസം ഞാൻ ആലോചിച്ചിട്ട് ഇവിടെ തന്നെയാണോ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കിച്ചണറിൽ നിന്ന് ഇവിടെ ടൊറന്റോ വരെ അത് ബ്രാംപ്ടൺ വന്ന് അഞ്ജലീന പിക്ക് ചെയ്ത് ടൊറന്റോയിൽ വന്നു അല്ലെ. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 180-200 കിലോമീറ്റർ അടുത്ത് ഞാൻ വൺ സൈഡ് ഓടിച്ചു. ആ 200 കിലോമീറ്റർ നാട്ടിൽ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 6-7 മണിക്കൂർ ഒരു ദിവസം അല്ലല്ലോ. കൊടൈക്കനാൽ 300 കിലോമീറ്റർ. എനിക്ക് ഡിസ്റ്റൻസ് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും നാട്ടിൽ 200 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മണിക്കൂർ 6 മണിക്കൂർ. ഇവിടെ എന്താ 1.5 മണിക്കൂർ അല്ലെ. ഇവിടെ നമ്മളെപ്പോഴും അതുകൊണ്ട് സമയം വെച്ചിട്ടാ പറയുന്നത്. കിലോമീറ്റേഴ്സ് വെച്ചിട്ട് അധികം നമ്മൾ 1/2 മണിക്കൂർ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ എന്തോരം ദൂരം ഉണ്ട്. ഞാൻ ഒരു 15 മിനിറ്റ് ദൂരം. എത്ര കിലോമീറ്റർ ഉണ്ട് പിന്നെ അവർ ചോദിക്കാം. 30 കിലോമീറ്റർ കാണും. അപ്പൊ അതിശയം അവിടെ. അതാണ് അതൊരു വലിയ ഡിഫറൻസ്. പക്ഷെ ഇവിടെ ഓടിക്കുന്ന സ്പീഡ് നമുക്ക് നാട്ടിലെടുക്കാൻ പറ്റത്തില്ല. കാരണം ഏത് വഴിക്കാ വണ്ടി വരുന്നത് പറയാൻ പറ്റത്തില്ല. 100-110 പോയി കഴിഞ്ഞാൽ ഇപ്പൊ പടമായെന്ന് ചോദിച്ചാൽ അതൊരു വേറെ ലൈഫ് സ്റ്റൈല്. പിന്നെ ഇവിടെ കാനഡ വന്നിട്ട് എനിക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റി. നാട്ടിലായിരുന്നെങ്കിൽ ഇത്രത്തോളം വേറെ കൺട്രീസിലൊക്കെ പോവാന്നുള്ള അത്ര പോസിബിൾ ആണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ വന്ന പിന്നെ ഞാനിപ്പം 3-4 കൺട്രീസ് പോയി. അതിനനുസരിച്ച് വന്നപ്പം തന്നെ ഞാൻ ദുബായി ഇറങ്ങി അവിടെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്പെയിൻ പോർച്ചുഗലിൽ പോകാൻ പറ്റി. പിന്നെ കഴിഞ്ഞ വീക്ക് US പോകാൻ പറ്റി. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത് കൊണ്ടുണ്ടായ ഒരു ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആൾക്കാരും ട്രാവലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം 5 ദിവസം പണിയെടുത്തിട്ട് വീക്കെൻഡ്സ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന. പിന്നെ അതുപോലെ മാത്രമല്ല ക്ലൈമറ്റ് ആലോചിച്ചാൽ മതി. വിന്ററില് ആരും ഇവിടെ എല്ലാരും എന്താ പറയാ അങ്ങനെ ട്രാവലിംഗ് ഒന്നും ഇല്ല. അതേസമയം അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു 6 മാസമാണ്.
അത് enjoy മാക്സിമം ചെയ്യുക. അതിനു വേണ്ടി പ്രത്യേകം എന്താ പറയാ ഓഫീസിലൊക്കെ ആണെങ്കിലും പെയ്ഡ് വെക്കേഷൻസ് ഉണ്ട്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. Paid vacations. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവാറും മാസങ്ങളിൽ മൺഡേ അവർ ഓഫ് ആയിരിക്കും. ആ ഒരു Long weekend. ലോങ് വീക്കെൻഡ് എന്ന് പറഞ്ഞൊരു weekends. സംഭവം. ആ. കാരണം അത് ബേസിക്കലി കൊണ്ടുവന്നേക്കുന്ന ഒരു മേജർ കാര്യം. അത് ഏത് ദിവസവും നാട്ടിലൊക്കെ നമുക്ക് അവധി എന്ന് പറഞ്ഞാൽ വേറെ ദിവസങ്ങളിലൊക്കെ വരാം. ഇവിടെ കൃത്യം മൺഡേ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും. അപ്പം ആ ഒരു 3 ദിവസം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് വെക്കേഷൻസ് പ്ലാൻ ചെയ്യാം. കാരണം ഇവിടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് വരുമായിരുന്നു. അത് ഫാമിലി ഭയങ്കര ഓറിയന്റഡ് ഓറിയന്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള കമ്പാഷനേറ്റ് ലീവ്. നാട്ടിൽ കേട്ടിട്ടുണ്ടോ കമ്പാഷനേറ്റ് ലീവിന്റെ കാര്യമൊക്കെ? ഒന്നുമില്ല. അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു ജോലി വീട് സ്വന്തം ആവശ്യത്തിന് നമുക്ക് പേഴ്സണൽ എമർജൻസി ലീവ്സ് അല്ലെ, ഫാമിലി ഫാമിലി എമർജൻസി മൂവിംഗ് ലീവ് മൂവിംഗ് അങ്ങനെ പല ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ഇന്റർവ്യൂ ഇവിടുത്തെ PR-ന് വഴിയുള്ള ഇന്റർവ്യൂവിന് വരെയുള്ള അതെ, ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് പോകുന്നതിന് ഇവിടെ ലീവ് കിട്ടും. പിന്നെ കോർട്ടിനുള്ള വർഷത്തിൽ 2 ദിവസം 3 ദിവസം കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ക്രീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നേ കുറച്ചുകൂടി നമ്മള് ആൾക്കാർക്ക് കുറച്ചുകൂടി വാല്യൂ കൊടുക്കുന്നു അല്ലെ, ഹ്യൂമൻ റൈറ്റ്സ് കൂടുതലുണ്ട്. ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റിൽ സംതിങ് സംഭവിച്ചിട്ട് പാനിക് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൂൾ ആവാനുള്ള ഒരു ടൈമൊക്കെ തരും. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആ നാട്ടിലെല്ലാം കൂടി വന്ന് തല്ലാനേ നിൽക്കത്തുള്ളൂ. അവന്റെ അവസ്ഥയൊന്നും ആരും ചിന്തിക്കുന്ന റൈറ്റ്സ് ഒന്നും ഇല്ല. വേറൊരു വലിയ കാര്യം, പോലീസ് വന്ന് പുൾ ഓവർ ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ സർ, എന്താല്ലേ, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ വണ്ടി എടുത്തിട്ട് 2ാം ദിവസം ഞാൻ ഊബർ ഈറ്റ്സ് ഓടിയ സമയത്ത് ഞാൻ റോങ് സൈഡ് വണ്ടി ഓടിച്ചു. പെട്ടെന്ന് എനിക്ക് നാട്ടു വണ്ടി ഓടിച്ചത് റോങ് സൈഡ് വണ്ടി ഓടിച്ചു. രാത്രിയാ. ഓക്കെ. അപ്പൊ രാത്രി ഞാൻ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരുന്നില്ലായിരുന്നു. അപ്പൊ ഞാനൊരു സിഗ്നലിൽ ചെന്നിട്ട് സിഗ്നലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് എടുത്തപ്പോ റോങ് സൈഡിലേക്ക് എടുത്തത്. ഞാൻ കുറച്ചങ്ങ് ഓടിച്ച് പോലീസ് പിടിച്ചു. ഈ കോൺവെർസേഷന്റെ പേരിൽ ഇതിന്റെ തൂക്കിടുന്ന ഇല്ല, അപ്പൊ ഞാൻ ഈ സിഗ്നൽ ആയതുകൊണ്ട് അതിന് ഇപ്പുറ സൈഡ് പോലീസ് ഉണ്ടായിരുന്നു. ഞാൻ റോങ് സൈഡ് പോകുന്നുണ്ട്, അവിടെ പോലീസ് ലൈറ്റ് അടിച്ചു. അപ്പൊ ഞാൻ അങ്ങ് പാനിക്കായി. ഞാൻ നമുക്ക് ദൈവം നാട്ടിലെ പോലീസ് പിടിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മള് വന്ന് നിർത്തുന്നു, നമ്മൾ ഇറങ്ങി ചെല്ലുന്നു, പേപ്പറൊക്കെ അടങ്ങുന്ന അപ്പൊ അതിലേക്കാണ് വരുന്നത്. അപ്പൊ പക്ഷെ ഞാൻ ഇവിടുത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മൾ ഈവൻ ലൈസൻസിങ്ങിന്റെ സമയത്താണ് അവർ കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പോലീസ് പുള്ളോർ ലൈറ്റ് അടിച്ചാൽ ഇത്ര ഇന്ന സൈഡിൽ മാറ്റി ഇടുക, ഡേഞ്ചർ ടിക്കറ്റ് അവിടെ ഇരിക്കുക. ഞാനവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു, ഡേഞ്ചർ ടിക്കറ്റ് ഇട്ടു, ഇങ്ങനെ ഇരിക്കുകയാണ്, സ്റ്റിയറിംഗിൽ കഴിച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞ സിസ്റ്റത്തിലൊക്കെ പിന്നെ നമ്മള് വണ്ടി റേസ് ചെയ്ത് പോകുന്നു നോക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്നു, പോലീസ് ഒരു പുള്ളി ഇറങ്ങി വന്നു. പുള്ളി ഇറങ്ങി വന്നപ്പോ ഞാൻ ചില്ലുതാണ്. എന്നിട്ട് ഹായ് സാർ, ഹൗ ആർ യു? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സാറോ? ഞാനോ? ഓക്കെ, മാറിയിട്ടൊന്നുമല്ലല്ലോ, ആളെ മാറി പോയിട്ടൊന്നുമില്ലല്ലേ. അൺഗുഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ തന്നെ നമ്മള് കുറച്ച് ഈസിയാണ്. അതെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവരുടെ ഈ വെസ്റ്റ് ഉണ്ട്, വെസ്റ്റിൽ ഗണ്ണ് വെക്കുന്നൊരു ഹോൾസ്റ്റർ വേണം. ഇവര് ഗൺ ഹോൾസ്റ്ററിന്റെ ക്ലിപ്പ് ലൂസ് ആക്കി ഇട്ടിരിക്കുന്നത് അവിടെ. അപ്പൊ ഈ ഒരു കൈ ഇവിടെ ആ ഗൺ ഹോൾസ്റ്റർ പിന്നെ പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇവിടെ അന്നേരം എടുത്ത് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ നമ്മുടെ കൈ സ്റ്റിയറിംഗ് നടക്കാൻ പാടില്ല പറയാതെ. അപ്പൊ അവര് വന്നപ്പോ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ക്യാൻ യു പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ ദ സ്റ്റിയറിംഗ്. ഓക്കെ, എനിക്കത് അറിയില്ല. കൈ അങ്ങനെ പിടിച്ചു. എന്നിട്ട് അവർ ഓരോ ഡോക്യുമെന്റ്സ് എടുക്കാൻ പറഞ്ഞപ്പം എവരെ ഡോക്യുമെന്റ്സ് ലോ ബോക്സിലാണ്. ഡു യു ഹാവ് എനി വെപ്പൺസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ വെപ്പൺസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തുറന്ന സാധനമൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, ഞാൻ ഇന്ത്യനാണ്, ഞങ്ങൾ ഇന്ത്യയിൽ അപ്രസല്ല വണ്ടി ഓടിക്കുന്നത്, പുതിയ ഡ്രൈവറാണ്, പുതിയ വണ്ടിയാണ്, അപ്പൊ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയതാണ്. പുള്ളിയുടെ അത്ര ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, yeah, that's not a problem. I saw your records. You're a new driver, so it's fine. I'm not even going to give you a warning. It's fine. Yeah, it's fine. വാണിംഗ് തന്നില്ല. പക്ഷെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു ഒഫൻസ് ആണ്, ഇത് മാർക്കബിൾ ഒഫൻസ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഡീമെറിറ്റ് പോയിന്റും $200 ഫൈനും ഉള്ള ഒരു ഒഫൻസ് ആണ്. പക്ഷെ ആദ്യത്തെ ആളായതുകൊണ്ടും ആദ്യമായിട്ടായതുകൊണ്ടും പുതിയ ഡ്രൈവർ ആയതുകൊണ്ടും ഞാൻ വിടുന്നു, നോ പ്രോബ്ലം. ഇത് നാട്ടിലെ സംഭവിക്കുന്നെങ്കിൽ, ഈ ഇഷ്യൂ നാട്ടിലെ സംഭവിക്കുന്നെങ്കിൽ ഒന്ന് ആലോചിക്കും. നാട്ടിൽ എന്നെ പലതവണ ഹെൽമെറ്റ് ഇല്ലാതെയൊക്കെ പോലീസ്
ഞാൻ എന്റെ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഏർപ്പെടാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് ഇവിടെ വന്ന ഒത്തിരി നാളായില്ലല്ലോ. അപ്പൊ നമ്മള് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചങ്ങ് കമ്പയർ ചെയ്യണം. ആ നാടിനോടുള്ള വില അങ്ങോട്ട് പോയത്. എല്ലാ കാര്യങ്ങളും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് പല കാര്യങ്ങളും നാട് ഭയങ്കര നല്ലതാണ്. ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്ക് നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ വന്നൊരു പുച്ഛമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇവിടെ പേപ്പർ വർക്ക് ആണെങ്കിലും അത് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രോപ്പർ രീതിയിൽ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് അങ്ങനെയുള്ള എല്ലാ രീതിയിലും ചെയ്യുക. നമുക്ക് റെക്കമെൻഡേഷൻ ആവശ്യമില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാനോ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകാനൊന്നും ഒരു റെക്കമെൻഡേഷനോ അല്ല, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് കയറി ചെല്ലാൻ പറ്റും. ആ ഒരു ഫ്രീഡം ഉണ്ട്. അത് ഇവിടെ ആക്ച്വലി ചുമ്മാ വഴിയെ പോകുന്ന ഒരു ഇതിന് പൊളിറ്റീഷ്യൻ ആവാൻ പറ്റത്തില്ല. അതിന് ക്വാളിഫിക്കേഷൻ വേണം. നോക്കിയാൽ മതി, ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരും അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഉള്ള രീതിയുടെ കുഴപ്പമാണ്. ഇനി ഇവിടെ ഇത് എല്ലാം സ്വർഗമൊന്നുമല്ല. ഇവിടെ ഒരുപാട് നമ്മൾ പറയുന്നതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു സാധാരണക്കാരനെ അഫക്ട് ചെയ്യുന്ന രീതിക്ക് വരത്തില്ല. ഇവിടെ കറപ്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരമായ കറപ്ഷൻ. നാട്ടിൽ കതറിട്ട് കേൾക്കുമ്പോൾ ഇവിടെ അവർ കോട്ടിട്ട് കാക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉള്ള ബെനിഫിറ്റുകളിലോ അങ്ങനെയുള്ള അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും നമ്മള് എന്താ പറയാ ഇത് കൊടുത്തു കഴിഞ്ഞാല് അതിന് ഫോളോ അപ്പും നല്ലപോലെ തിരിച്ചു വരുന്നുണ്ട്. വിത്തിൻ ഒരു ചെയ്യാനൊക്കെ പറ്റും. എന്തെങ്കിലും നമുക്കൊരു എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് രീതിയിൽ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരുപാട് ആ സ്യൂ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ സ്യൂ ചെയ്യപ്പെടുന്ന ആളുണ്ടല്ലോ, അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇൻഷുറൻസുകളുണ്ട്. കാരണം വളരെ കോമൺ ആണ് ഇവിടെ സ്യൂ ചെയ്യുക, കമ്പനികൾ ഉണ്ടല്ലോ, എന്താ പറയാ ക്രിമിനൽസിനും റൈറ്റ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് എല്ലാ അങ്ങനെയുള്ള റൈറ്റ്സിനും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് തന്നെ. അത് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവര്. അതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടില് ഇത് ഭയങ്കരമായ ഡിഫറൻസ് ആയിരുന്നു. മറ്റേ മലയും അതിന്റെ അടി നിൽക്കുന്ന ഒരാളും തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഡിഫറൻസ് കുറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ പറയുന്നതിൽ പല കാര്യങ്ങളിലും അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കാം. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയ ഒരു സ്ഥലമായ സൗത്ത് ഇന്ത്യ കുറച്ചും കൂടി നോർത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താണ് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും. കാരണം ഈ പറഞ്ഞ പല കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നാട്ടിൽ വെള്ളത്തിൽ കാണാൻ സാധിക്കും. അത് മേജർലി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം എല്ലാവരുടെ വീട്ടിൽ നിന്നും ഓരോരുത്തർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാരുടെ ഒരു കൾച്ചർ മേ ബി ഇൻഎഫക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ആൾക്കാർ കുറെ മാറ്റങ്ങളും ഉണ്ട്. വരുന്ന എന്താ പറയാ കുറെ, ഞാൻ ആരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല, പക്ഷെ കുറെ ആൾക്കാർ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്. പിന്നെ അവിടെ മാറ്റങ്ങൾ വരുന്നതിന്റെ ആ ഒരു ടൈം ഒത്തിരി എടുക്കുന്നുണ്ട്. ഒത്തിരി സമയം എടുത്താണ് മാറ്റം. പിന്നെ അത് അങ്ങനെ വരത്തുള്ളൂ. കാരണം ഒത്തിരി പോപ്പുലേഷൻ നമ്മൾ പുതിയ കാര്യം കൊണ്ടുവരുന്നല്ല. ഇതിപ്പോ ഒരു 100 വർഷമായിട്ട് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ ഒരു പുതിയ കാര്യമായിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് അതൊരു ഓക്വേർഡ് ആയിട്ടായിരിക്കും തോന്നുന്നത്. പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടന്നേക്കുന്ന സമയത്തൊക്കെ അത് ലോകത്തുള്ള ആൾക്കാർ അംഗീകരിക്കാറില്ല. പിന്നെ അത് കോമൺ ആയി വന്നപ്പോഴാണ് അംഗീകരിച്ചത്. പണ്ട് കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് മോട്ടോർ വെഹിക്കിളിലേക്ക് വന്നപ്പോൾ അവന് എന്ത് തേങ്ങയാന്ന് എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ഒരു കാറോ ബൈക്കോ ഒരു മോട്ടോർ എഞ്ചിൻ ഇല്ലാത്തൊരു ഇതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മൊബൈൽ ഫോൺ വന്ന സമയത്ത് ലാൻഡ്ലൈൻ മൊബൈൽ ഫോണിലേക്ക് സ്വിച്ച് ചെയ്ത സമയം ഒരു അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് വരുന്നതാണ്. നല്ല വശങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഒത്തിരി മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ ഫ്രീഡം ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് അതിനെ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സ്റ്റാബിംഗ് ഒക്കെ ഭയങ്കര, അതായത് സ്റ്റാബിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു റീസെന്റ്ലി വന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഗൺഫയർ ആണെങ്കിലും കുറച്ചും കൂടി കാനഡയിൽ സ്ട്രിക്റ്റ് ആണ് കമ്പാരിറ്റീവ്ലി യൂസ് വെച്ച് നോക്കുമ്പോൾ. സ്ട്രിക്റ്റ് ആയ ഇൻസിഡൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പം അവര് കുറച്ചും കൂടെ എന്താ പറയാ അതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തു. കാരണം അടുപ്പിച്ച് കുറച്ച് കുറെ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
അതെ, അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ എന്തെങ്കിലും നെഗറ്റീവ് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മുടെ കാനഡിയൻ ലൈഫ് സ്റ്റൈലിന്റെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ നെഗറ്റീവ് ആസ്പെക്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് ഇവിടുത്തെ ഹെൽത്ത് കെയറിന്റെ ഫ്രീ ആണ്. അതൊരു കൾച്ചറിന്റെ ഭാഗമാണ് ശരിക്കും. റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്രീ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭാഗമായിട്ടാണ് ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഹെൽത്ത് കെയർ വളരെ മോശമാണ്. അല്ല, അത് ആക്ച്വലി വെയിറ്റിംഗ് പീരീഡ് ആണ് വെയിറ്റിംഗ് അതാണ് ഒരു പ്രോബ്ലം. അതെ, അത് ശരിക്കും പറഞ്ഞാൽ പോപ്പുലേഷൻ അല്ല അലക്സ്, അതെന്നറിയാമോ? നമുക്ക് പോപ്പുലേഷൻ ഓക്കെയാണ്, പക്ഷെ ആ പോപ്പുലേഷന് വേണ്ടുന്ന അത്രയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പൊ ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ കിച്ചണർ, വാട്ടർലൂ, കേംബ്രിഡ്ജ്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ട്രൈ സിറ്റി എന്നാണ് 3 സിറ്റി. ആ 3 സിറ്റിയിൽ ഒരു 50 വർഷം മുന്നേ ഉണ്ടായിരുന്നത് 2 ഹോസ്പിറ്റൽ, ഒരു സെന്റ് മേരീസും ഉണ്ട്, ഒരു കേംബ്രിഡ്ജ് ഹോസ്പിറ്റലും ഉണ്ട്. 2 ഹോസ്പിറ്റലായിരുന്നതാണ്. ഒരെണ്ണം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാൽ 3. 50 വർഷം മുന്നേ അത്ര ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഡോക്ടർ വെച്ചിട്ട് 2 ഡോക്ടർ വെച്ചിട്ട് ഇത്രേ ഉള്ളൂ. ആ ഒരു ഷിഫ്റ്റിന് അവർ ഇത്ര പേരെ കാണത്തുള്ളൂ എന്നുള്ളത് നിർബന്ധമാണ്. എന്ത് എമർജൻസി ആണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫ്രീ ആണെങ്കിൽ പോലും അത് നല്ലതായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ കുറവാണ്, ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ കുറവാണ്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും കുറവാണ്. ഡെവലപ്മെന്റ്സ് എല്ലാം ഉള്ളതൊക്കെ ഹൈലി ഡെവലപ്ഡ് ആണ്, മോശമല്ല. പക്ഷെ അതിനുള്ള എന്താ പറയുക, നമുക്കൊരു ഇതിനൊരു റേഷ്യോ ഉണ്ടല്ലോ, ഇത്ര ആൾക്കാർക്ക് ഇത്ര റേഷ്യോ. ആ റേഷ്യോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇനി മാറും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ പണ്ട് ആൾക്കാർ കുറവായിരുന്നപ്പം ഈസി ആയിരുന്നു ഇത്ര ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട്. പക്ഷെ ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു സിറ്റുവേഷനിൽ അത് ഗവൺമെന്റിന് താങ്ങാൻ പറ്റത്തില്ല. ഓഫ്കോഴ്സ് താങ്ങാൻ പറ്റില്ല. അങ്ങനെ തന്നെയായിരുന്നു അമേരിക്ക, US-ഉം. അത് കഴിഞ്ഞ് അത് പെയ്ഡ് ആക്കി കഴിയുമ്പോഴാണ് സിറ്റുവേഷൻ ഇനി മാറാൻ പോകുന്നത്. ഇപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് തുടങ്ങണമല്ലോ. നാട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉള്ളത് കൊണ്ടാണ് ഒരുപാട് കാശ് കൊടുക്കാനുള്ളവർക്കൊരു ആശുപത്രി തുടങ്ങാം, അതനുസരിച്ച് ചെയ്യാം. അതാണ് പ്രോബബ്ലി അങ്ങനെ തന്നെ ആകുമായിരിക്കും ഇവിടെ. കാരണം അല്ലാതെ ഒരിക്കലും ഇവർക്ക് താങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സ്പെൻസീവ്. കാരണം ഡോക്ടേഴ്സിന് പേയ്മെന്റ് കൊടുക്കണം, നല്ല പേയ്മെന്റ് ആണ് അവർക്ക്. ബട്ട് പേഷ്യൻസിന്റെ ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ ഫ്രീ ആയത്. അതെ, ശരിയാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ലിനുവിന് അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയ ഹെൽത്ത് കെയർ അല്ലാതെ വേറെ എന്തെങ്കിലും? ഹെൽത്ത് കെയർ പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ, സ്കൂളിംഗ് സിസ്റ്റം എനിക്ക് അത്ര നന്നായിട്ട് നമ്മുടെ നാട്ടിലെ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു നല്ല കാര്യം പറഞ്ഞു സ്കൂളിങ്ങിനെ പറ്റി. അതിന്റെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. നമ്മുടെ നാട്ടിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നു. ഇവിടെ അങ്ങനത്തെ സിസ്റ്റം അല്ല. കുറെ പ്രിന്റ് ഔട്ട്സ് കൊടുക്കുന്നു, അത് കഴിയുമ്പോൾ തന്നെ അത് പിള്ളേർ പറത്തി വിടുന്നു. ആ ഒരു അവസ്ഥയാണ്. അതാ നേരത്തെ ടോണി പറഞ്ഞ പോലെ ഫ്രീഡം കൂടിപ്പോയതിന്റെ ഒരു ദൂഷ്യഫലമാണ് ഈ എഡ്യൂക്കേഷൻ. കാരണം ശ്രദ്ധിച്ചാലറിയാം, എനിക്കറിയാവുന്ന കുറെ ഫാമിലി, അവരുടെ പിള്ളേരൊക്കെ ആണെങ്കിലും നമ്മള് നാട്ടിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ ഇരുത്തി കഴിപ്പിക്കും അവര്. ഇവിടെ അങ്ങനെ പിള്ളേരോട് പറയാൻ പറ്റത്തില്ല. അവര് കഴിച്ചില്ലെങ്കിൽ ഓക്കെ അടച്ചു വെച്ചു കൊണ്ടുപോയി. പിന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ പിള്ളേർക്ക് ചുമ്മാ കണ്ട ഫുഡ് കൊടുത്തു വിടാൻ പറ്റത്തില്ല. അവർക്ക് മെനു ഉണ്ട് അല്ലേ? അലർജി അതൊരു വലിയ സംഭവമാണ്. അലർജീസ് എന്ന് പറയുന്ന സംഭവം നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അലർജികളും രോഗങ്ങളും. പാനിക് അറ്റാക്ക് ഒക്കെ ഞാൻ കേട്ടത് ഇവിടെ വന്നപ്പോഴാണ്. പാനിക് അറ്റാക്ക് ഒക്കെ നാട്ടിലും ഉണ്ട്, പക്ഷേ പാനിക് അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ സ്ട്രെസ്, ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന്റെ സാധനങ്ങൾ, ഡിപ്രഷനിന്റെ കാര്യങ്ങളാണേലും പിന്നെ പാനിക് അറ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പീനട്ട് അലർജി, നട്ട്സ് അലർജി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കൂൾ മാത്രമല്ല ഓഫീസുകളിലൊക്കെ ഡിയോഡ്രൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നു, പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ എന്താ പറയാ, ഇതിൽ ഇല്ല ഓർഡർലെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇവിടെ. കാരണം എല്ലാവരുടെയും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ എല്ലാവർക്കും കൂടെ ഓക്കെ ആവുന്ന ഒരു ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കൊച്ചിന് പീനട്ട് അലർജി ഉണ്ടെങ്കിൽ ആ കൊച്ചിനോട് ഫുഡ് കൊണ്ടുവരണ്ടെന്ന് പറയും. ഇവിടെ സ്കൂള് മൊത്തം കൊണ്ടുവരാൻ പാടില്ല. ഉണ്ടോ ഇല്ലയോ അറിയാത്തെങ്കിൽ പോലും അവർ പറയും കംപ്ലീറ്റ്ലി കൊണ്ടുവരണ്ട. ഈവൻ എന്തെങ്കിലും ഷെയർ ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ അലർജി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലാണ് പിള്ളേരുടെ എല്ലാം.
അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പക്ഷെ എന്നാ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുള്ള ഒരു കൺട്രിയും കൂടെയാണ് ഇത്. സർവേ എടുത്തു നോക്കുന്നത് കേട്ടോ. അതും അത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ടായിരിക്കും ഫുഡിന്റെ ഒക്കെ ഇത് കുറച്ചുകൂടി നമ്മളിപ്പോ വാരി വലിച്ചു എന്നാ ഒബിസിറ്റി കൂടുതൽ ഇവിടെ ഉണ്ട്. അത് നമ്മളെപ്പോഴുള്ളവർക്കാണ് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും എല്ലാത്തിനും അത് ഈ ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നമാണ്. കൂടുതൽ എണ്ണ ഒക്കെ കഴിക്കുന്നതിന്റെ ഇവിടെ വെജിറ്റബിൾ ഓയിൽസ് ഈ അങ്ങനത്തെ ഇതാണല്ലോ അതിന്റെ കുഴപ്പമാണ്. സീഡ് ഓയിൽസ് അത്ര നല്ലതാണ്. അതാണ് കാനഡ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ. പക്ഷെ ഒരു ഇതെന്ന് പറഞ്ഞാലേ നല്ല വായു നല്ല വെള്ളം ഇത് രണ്ടും ഉണ്ട് ഇവിടെ. നല്ല വെള്ളം ഒരുപാട് ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ ലേക്സ് ഉള്ള രാജ്യമാണ് കാനഡ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലേക്സ് ഉള്ള ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ ലേക്സ്. അതുപോലെ വെള്ളത്തിന് നമുക്ക് ഒരു ക്ഷാമമില്ല. നല്ല വെള്ളമുണ്ട്, നല്ല വായുവുണ്ട്. അത് റിസോഴ്സസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ ഹെൽത്ത് നമുക്ക് ഒരു ബാലൻസ്ഡ് ആവും ഓട്ടോമാറ്റിക്. അതെ, നേച്ചറിന്റെ സൈഡിൽ നിന്നുള്ള ഹെൽത്ത് നമുക്ക് കുറച്ച് ബാലൻസ് ചെയ്യാം. ലൈഫ് സ്റ്റൈൽ അല്ലേ നല്ല ഒരു കുറെ നല്ല കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മള് പറഞ്ഞത് അത്യാവശ്യം ഒരു നെഗറ്റീവ് സൈഡാണ് കാനഡയുടെ. അല്ലെ, അത് ശ്രദ്ധിച്ചാൽ നമ്മള് കുറച്ച് പോസിറ്റീവ് സൈഡ് അതെ, ലൈഫ് സ്റ്റൈൽ നല്ലതാണ്. ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയും, അത് വളരെ നല്ലതാണ് കാനഡ ആസ് കമ്പയർഡ് ടു നമ്മൾ എവിടെ നിന്ന് വരുന്നു. അതെ, അത് വളരെ കറക്റ്റാണ്. ക്വാളിറ്റി ഓഫ് ലിവിങ് പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാനും ഇഷ്ടമില്ലാത്ത ബാക്കി എന്തൊക്കെയോ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പോകാൻ പറ്റാത്തതിന് കാരണം ഈ ഒരു സപ്പോർട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ സപ്പോർട്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട്, പ്രായമായവർക്ക് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. പെൻഷൻ കൂടെ പെൻഷന്റെ കൂടെ തന്നെ വേറെ പല പല ആനുകൂല്യങ്ങൾ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട്. അതെല്ലാം ഇവിടെ ആയിട്ടുള്ളതാണ്. റിട്ടയർ ചെയ്യാനും പറ്റിയൊരു കൺട്രി തന്നെയാണ്. അങ്ങനെ കാനഡിയൻ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നില്ലെങ്കിൽ റിട്ടയർമെന്റില് അത്ര ഈസി ആയിരിക്കത്തില്ല. മണി മാനേജ്മെന്റ് അത് വേറെ അതുമല്ല നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ 65 കഴിഞ്ഞിട്ട് ആൾക്കാര് വർക്ക് ചെയ്യുന്നത്. അത് വേറെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അത് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോരോ ടോപ്പിക് ആക്കാൻ മാത്രമുണ്ട് സംസാരിക്കാൻ. പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മുടെ ഇപ്പൊ എനിക്കിപ്പോ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ കാനഡയില്. ആ ഒരു എക്സ്പീരിയൻസിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊക്കെ അതിൽ കൂടുതലുണ്ട്. 6 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് 2.5 പാവങ്ങളെ കുറെ എക്സ്പീരിയൻസ് ആണ്. കാരണം സ്റ്റുഡന്റിൽ നിന്ന് വർക്ക് കയറി വർക്ക് ചെയ്യുന്നത് PR ആയി അത്രയും നാളത്തെ സിറ്റിസൺ അല്ലേ പാസ്പോർട്ട് മേടിക്കണം. എല്ലാവർക്കും അതൊരു ബ്യൂട്ടിഫുൾ പാസ്പോർട്ടാണ് കനേഡിയൻ പാസ്പോർട്ട്. ഒരുപാട് വിലയുള്ള പാസ്പോർട്ട്. അതിനകത്ത് എന്തൊക്കെയൊക്കെയോ പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകളുണ്ട്. കൺട്രീസ് ഒക്കെ നമുക്ക് പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് നമുക്ക് സറണ്ടർ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ജനിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് കംപ്ലീറ്റ്ലി മാറാനൊരു ബുദ്ധിമുട്ട്. ഞാനിപ്പം അപേക്ഷിക്കാൻ പോവാ ഇന്ത്യയോട് ഡബിൾ സിറ്റിസൺഷിപ്പ്. അത് നമുക്ക് നമ്മൾ കാടി കയറി നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി വരുന്നില്ല. കാരണം ഒരുപാട് സമയം കളയരുതല്ലോ. അപ്പോ നമ്മൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് കനേഡിയൻ ലൈഫ് സ്റ്റൈൽ നമ്മുടെ POV എന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തു. അപ്പോ മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും ഒരു വേറൊരു എപ്പിസോഡിൽ തിരിച്ചു വരാം. Bye for now.